ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന ഒറ്റ കൃതി കൊണ്ട് തന്നെ മലയാള രചനാ ശൈലിയെ മൊത്തത്തിൽ മാറ്റിമറിച്ച് പുതിയൊരു സാഹിത്യ ശൈലിക്ക് തുടക്കം കുറിച്ച അതുല്യ പ്രതിഭയാണ് ഒ.വി. വിജയൻ. ഒ.വി. വിജയൻ്റെ യഥാർത്ഥ തസ്രാക്ക് നിങ്ങളെ കാണിക്കുവാനാണ് ഇന്ന് GPS മീഡിയ ശ്രമിക്കുന്നത്. കിണാശ്ശേരിയിലെ ആ വലിയ കമാനവും കടന്ന് നമ്മളിതാ തസ്രാക്കിലെത്തിയിരിക്കുന്നു. ഇതാണ് ഒ.വി. വിജയൻ സ്മാരക കവാടം. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ ഓരോന്നായി നല്ലവണ്ണം ആസ്വദിച്ച് കാണാം. ഈ കാണുന്നതാണ് ഞാറ്റുപുര, അല്ലെങ്കിൽ പത്തായപ്പുര എന്ന് വിളിക്കും. എന്താണ് ഖസാക്കിന്റെ ഇതിഹാസത്തിലെ യഥാർത്ഥ കഥ? ഇതിലെ പ്രധാന കഥാപാത്രമായ രവി തസ്രാക്കിലെ ഏക അധ്യാപക വിദ്യാലയത്തിൽ അധ്യാപകനായി ഇവിടേക്ക് എത്തുന്നതാണ് ഇതിവൃത്തം. ഇതിന് പ്രചോദനമായത് ഒ.വി. വിജയന്റെ സഹോദരിയായ ശാന്ത ഇവിടുത്തെ ഏക അധ്യാപക വിദ്യാലയത്തിൽ അധ്യാപികയായി എത്തിച്ചേരുന്നതോടുകൂടിയാണ്. ഇവിടുത്തെ ഭൂപ്രകൃതിയും കഥാപാത്രങ്ങളുമെല്ലാം ഇവിടെ തന്നെയുള്ള ആളുകളിൽ നിന്ന് സൃഷ്ടിച്ചെടുത്തതാണ്. പ്രധാന കഥാപാത്രമായ രവിയാകട്ടെ വിജയൻ തന്നെയാണ് എന്നും പറയാം. അന്നത്തെ രാഘവൻ നായരുടെ കളപ്പുര ആകെ മാറിയിരിക്കുന്നു. ഈ അരമതിലായിരിക്കാം അദ്ദേഹം ഇരുന്നിരിക്കുക. ഈ ഉൾക്കോലയിലൂടെ അദ്ദേഹം എത്രയധികം നടന്നിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കാണാം ഒ.വി. വിജയന്റെ ജീവസുറ്റ ചിത്രങ്ങളുടെ ഗാലറി. ഈ അടഞ്ഞു കിടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്ന ഒരു തിയേറ്ററാണ്. മിക്കപ്പോഴും ഇത് അടഞ്ഞു തന്നെയാണ് കിടക്കുക. ആവശ്യാർത്ഥമാണ് തുറക്കുക. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒ.വി. വിജയൻ കാർട്ടൂൺ ഗാലറിയാണ്. അദ്ദേഹം വരച്ച ഒരുപാട് കാർട്ടൂണുകളുടെ ശേഖരമാണ് ഈ മുറിക്കുള്ളിലുള്ളത്. പഴയ മാതൃകയിലുള്ള പുതിയ തരം റാന്തൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ കത്തുകളുടെ ലെറ്റർ ഗാലറിയും ഒരു വലിയ അനുഭവമാണ് നമുക്ക് സമ്മാനിക്കുക. വായനക്കാരെ ഏറെ മോഹിപ്പിച്ച എൻ്റെ കഥയുടെ കഥാകാരി മാധവിക്കുട്ടി വിജയൻ സാറിനെ കാണാൻ വന്ന മുഹൂർത്തം മനോഹരമായി ഒരു ചിത്രത്തിൽ ഒതുക്കി ചുവരിൽ തൂക്കിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഏറെ സന്തോഷം തോന്നി. ഞാൻ ഞാറ്റുപുരയിൽ നിന്നും പുറത്തിറങ്ങി ശില്പവനത്തിലേക്ക് നടന്നു. ഈ ശില്പവനം വളരെ മനോഹരമായി തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ മനോഹരമായ 106 ശില്പങ്ങൾ കരിങ്കലിൽ കൊത്തിവെച്ചിട്ടുണ്ട്. പ്രശസ്ത ശില്പിയായ വി.കെ. രാജന്റെ നേതൃത്വത്തിലുള്ള 6 ശില്പികളാണ് ഈ കഥാപാത്രങ്ങളെ കരിങ്കലിൽ കൊത്തിയെടുത്തിരിക്കുന്നത്. വിജയൻ സാറിൻ്റെ എല്ലാ കഥാപാത്രങ്ങളും വളരെ മിഴിവോടെ ജീവസുറ്റ ശില്പങ്ങളായി ഇവിടെ നിൽക്കുന്നു. വളരെ മനോഹരമായ പാടശേഖരങ്ങൾക്ക് നടുവിലാണ് ഈ ശില്പവനം സ്ഥിതി ചെയ്യുന്നത്. ജീവിതത്തിൻ്റെ മടുപ്പിക്കുന്ന തിരക്കുകളിൽ നിന്നും അല്പം മോചനം ലഭിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കണം. അതും ഒറ്റയ്ക്ക് തന്നെ സന്ദർശിക്കണം. എങ്കിലേ ആ വൈബ് നമ്മൾ കറക്റ്റായി മനസ്സിലാവുകയുള്ളൂ. ഞാൻ ശില്പവനത്തിന് വെളിയിലേക്ക് നടന്നു.
അവിടെയും ധാരാളം ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഞാൻ ഒരു കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് കയറി. അവിടെയുള്ള കാഴ്ചകൾ എന്നെ അമ്പരപ്പിച്ചു. ഞാൻ ആ ഇടനാഴിയിലൂടെ മുന്നോട്ട് നടന്നു. അവിടെ ഖസാക്കിൻ്റെ ഇതിഹാസകാരൻ്റെ മുഴുവൻ ജീവിതവും ആധുനികമായി സജ്ജീകരിച്ച ഒരു കെട്ടിടത്തിൽ നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്നു. സ്വന്തം കൈപ്പടയിൽ എഴുതിയ കത്തുകൾ മുതൽ കാർട്ടൂൺ വരെ ഇവിടെയുണ്ട്. He was against the arrogance of the politicians. He was against the state and state. ഞാൻ കെട്ടിടത്തിൻ്റെ പിറകുവശത്തേക്ക് നടന്നു. അവിടെ ഒ.വി. വിജയൻ രചിച്ച ധർമ്മപുരാണം എന്ന നോവലിനെ ബഹുമാനിച്ചുകൊണ്ടുള്ള ഒരു ഇരിപ്പിടമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ധർമ്മപുരാണത്തെ അധികരിച്ചെഴുതിയ വരച്ച ഒരു ചിത്രമാണിത്. ഞാൻ അദ്ദേഹത്തിൻ്റെ തന്നെ ഗുരുസാഗരം എന്ന നോവലിൻ്റെ ഇരിപ്പിടത്തിലേക്ക് നടന്നു. ഗുരുസാഗരം എന്ന നോവലിനെ ആസ്പദമാക്കി രചിച്ച ചിത്രമാണ് ഈ കാണുന്നത്. അവിടെ ഒ.വി. വിജയൻ സാറിൻ്റെ ഒരു വലിയ പ്രതിമ നിർമ്മിച്ചു വച്ചിരിക്കുന്നു. ജീവനുള്ളതുപോലെ തന്നെ തോന്നുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മധുരം ഗായതി എന്ന നോവലിൻ്റെ ഇരിപ്പിടത്തിലേക്ക് ഞാൻ നടന്നു. മധുരം ഗായതി ആസ്പദമാക്കി രചിച്ച മനോഹര ചിത്രം താഴെ കാണിച്ചിരിക്കുന്നു. ഞാനങ്ങനെ മനസ്സില്ല മനസ്സോടെ ഒ.വി. വിജയൻ സ്മാരകത്തിൽ നിന്ന് പതിയെ പുറത്തേക്കിറങ്ങി.